ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS ഡ്രീംസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ട്രൈമീസിയ അല്ലെങ്കിൽ വാക്കിംഗ് ആരസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. പൂവുകൾ നല്ല ഭംഗിയുള്ളൊരു പൂവാണിത്, കണ്ടോ. യെല്ലോ കളറിൽ നമ്മുടെ ഓർക്കിഡ് പൂക്കളോട് സിമിലാരിറ്റി ഉള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചെടിയുടെ പരിപാലനവും വളപ്രയോഗവും മറ്റ് പ്രത്യേകതകളും ഒക്കെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൂ വിരിഞ്ഞ് വരുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അടിപൊളി ഒരു ഔട്ട്ഡോർ പ്ലാന്റാണ് നമ്മുടെ ട്രൈമീസിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെയിലും വെള്ളമൊക്കെ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് ആവുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് തന്നെ ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. നല്ല ലെങ്തിൽ വരുന്ന ലീഫുകളാണ്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് ഫ്ലവറിങ് ആകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം. ഈ വശങ്ങളിൽ വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു സംഭവം ഉണ്ടല്ലോ, ഇത് ആദ്യമേ വിരിയും. അതിന് ശേഷമാണ് ഇതിൻ്റെ ഓരോ ഇതളായിട്ട് ഇളകി വരുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഫുള്ള് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഈ ഒരു പ്ലാന്റിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും വെള്ളമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ പൂ തന്നെ സൂം ചെയ്തെടുക്കുന്ന കാര്യം, ഇത് ഫ്ലവറിങ് ആവുന്നത് വിരിഞ്ഞ് വരുന്നതെന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൂക്കൾക്ക് അകത്തുള്ളൊരു ഡിസൈൻ തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഒരു ദിവസം മാത്രമേ നമ്മൾ ഈ ഒരു പൂവ് നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത പൂക്കൾ നമുക്ക് വിരിഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ പല നിറത്തിലുള്ള പൂക്കൾ തരുന്ന വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ തന്നെ ഓറഞ്ചും റെഡും ഒക്കെ വെറൈറ്റീസ് വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ യെല്ലോ കളർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലനത്തിൽ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ നമ്മുടെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ തരുള്ളൂ. അപ്പോൾ നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്തിനായിട്ട് ഇതുപോലുള്ള നീണ്ട സ്റ്റെമ്മുകൾ വന്നിട്ട് അതിലാണ് പൂമുട്ടുകൾ വിരിയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ അങ്ങനെ സീഡൊന്നും ഉണ്ടായി വരാറില്ല. അതുപോലെ ഈ പൂക്കൾ മാറിയിട്ട് അതെല്ലാം നമുക്ക് തൈകളായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ ചുവട് ഭാഗത്തിനായിട്ട് തൈകൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഈ ഒരു പ്ലാന്റിൽ സീഡ് ഉണ്ടാവാറുണ്ട്, റെയറായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വെച്ച് നമുക്ക് പ്ലാന്റ്സ് ഞാൻ നട്ട് നോക്കിയിട്ടൊന്നും അതായത് നമ്മളെ പ്ലാന്റ് ഇപ്പോൾ ഫ്ലവറിങ് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് നട്ടിട്ട് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പൂക്കൾ കഴിയുന്ന ഞെട്ടാണ് ഈ കാണുന്നത്, കണ്ടോ. ഇതിൻ്റെ സൈഡിൽ നിന്നാണ് പുതിയ തൈകൾ നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ തൈകളായിട്ടുള്ള കുറച്ച് പോർഷനുണ്ട്, ഞാൻ അതൊന്ന് കാണിക്കാം. ഇതുപോലെ. അപ്പോൾ ഇത് പൂക്കളുണ്ടായിരുന്ന ഞെട്ടാണ്, കണ്ടോ. അതൊക്കെ നമുക്ക് തൈയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിന് വേരുകൾ വരുന്നതായിരിക്കും. അത് താനെ അടർന്ന് വീണ് പൊടിച്ചോളും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി നടുകയും ചെയ്യാം. അതുപോലെ തൈകളായിട്ടുള്ളതാണ് ഇതൊക്കെ, കണ്ടോ. ആ പ്ലാന്റിൻ്റെ ചുവട്ടുനിന്നായിട്ട് ഇതുപോലെ ലെങ്തി ആയിട്ടാണ് പൂക്കൾ വരിക. അതിലാണ് കണ്ടോ ഇത്രയേറെ തൈകൾ നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ വളരെ എളുപ്പമാണ്. ഇത്രയും നമ്മുടെ തൈകളാണ്, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ലീഫ് തന്നെ നമ്മുടെ ഗാർഡനിൽ നടുമ്പോൾ മറ്റ് പ്ലാന്റ്സ് നല്ലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ ഉള്ളൊരു പ്ലാന്റാണ്. ഇതുപോലെ വരുന്ന തൈകൾ നമുക്കിങ്ങനെ ഓടിച്ചെടുക്കാം, കണ്ടോ. ഒരു പ്ലാന്റാണിത്. ഇതുപോലെ അങ്ങ് നട്ടു കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ എൻ്റെ ഈ വശങ്ങളിൽ നിന്നായിട്ട് റൂട്ടുകളൊക്കെ വരും. പുതിയ വലിയ കീടശല്യങ്ങളൊന്നും തന്നെ കണ്ടുവരാത്തൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ട്രൈമീസിയ അല്ലെങ്കിൽ വാക്കിംഗ് ആരസ് എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ചട്ടിയിൽ വേണമെങ്കിലും നടാം, നിലത്ത് വേണമെങ്കിലും നടാം. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഞാനിപ്പോൾ നിലത്താണ് നട്ടിട്ടുള്ളത്, കണ്ടോ. ഈ ഒരു പ്ലാന്റ് നമ്മൾ പോട്ടിലാണ് നട്ടേക്കുന്നത്. പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ പെറ്റൽസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും ഷേപ്പും എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ നടീൽ രീതി ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രോ ബാഗിൽ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, കണ്ടോ. വേറൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ തന്നെ നട്ടു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ വലത് കൈ കൊണ്ട് ക്യാമറ എടുക്കുന്നതുകൊണ്ടാണ് ഇടത് കൈ കൊണ്ട് നടാനായിട്ട് പോകുന്ന പ്ലാന്റ്.
ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് നടിയിൽ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നമ്മൾ ഒരു ചുവട് നട്ടെടുത്തിട്ടുണ്ട്. ഇത് അടുത്ത ഒരു പ്ലാന്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നട്ട് കൊടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ 2 പ്ലാന്റ്സ് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട്. ഇതാ മഴയൊക്കെ പെയ്ത് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ട്. കംപ്ലീറ്റ് ഫ്ലവറിംഗ് ആയി നിൽപ്പുണ്ട്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ട് കോമൺ ആയിട്ട് കണ്ടിരുന്നൊരു പ്ലാന്റാണ്. ഇപ്പം അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇത് കാണാനായിട്ടില്ല. ഒരുപാട് പൂക്കൾ തരുന്ന അധികം പരിപാലനമൊന്നും ഇല്ലാതെ വളർന്നു വരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന പ്ലാന്റ് നശിച്ചു പോയി. അപ്പോൾ അതിൻ്റെ വിത്ത് വീണ്ടും പൊടിച്ച് വന്നതാണ്. കണ്ടോ, ഈ പൂക്കളുടെ ഭംഗി കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതളാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കൾക്കുള്ളത്. കണ്ടോ, പൂക്കൾ ഇതപ്പോൾ മഴ പെയ്തപ്പോൾ ഉടഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ഇതളെല്ലാം. അപ്പോൾ പൊതുവേ വലിയ കീടശല്യങ്ങളൊന്നും നമ്മുടെ ചെടിയിൽ അങ്ങനെ കണ്ടുവരാറില്ല. നമുക്ക് എളുപ്പമാണ് വളർത്തിയെടുക്കാനായിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൽ വരുന്ന മുട്ടുകൾ. അപ്പോൾ ഈ തൈകളാകുമ്പോൾ വെയിറ്റ് കൂടും. അപ്പം നമ്മുടെ പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നതായിരിക്കും. കണ്ടോ, അപ്പോൾ ഇതെല്ലാം നമുക്കിനി കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ മാത്രം നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ തൈകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വേറൊരു ഭാഗത്തായിട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്ലാന്റ് വെച്ചേക്കുന്ന ഭാഗം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗമാണ്. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസോ ഒന്നും വരാതെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ ഈ ഒരു ചെടിയുടേത്, നമ്മൾ ഒരുപാട് കാലം നമ്മുടെ ഈ ഒരു പോട്ടിൽ നമ്മുടെ പ്ലാന്റ് നിൽക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു ചെടിയല്ല ഇത്. അതുപോലെ തന്നെ നമുക്ക് നട്ട് വളർത്താൻ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തൈകൾ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ട്രൈമീസിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.